ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് ക്യാരറ്റും ഇത്തിരി തേങ്ങയും വെച്ചിട്ട് നല്ല കിടിലം വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ്, എളുപ്പമാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ ക്യാരറ്റും തേങ്ങയും കൊണ്ടുള്ള ഈ ഒരു കിടില റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇത്രയും ക്യാരറ്റ് എടുത്തതാണ്. ഏകദേശം 500ൻ്റെ അടുത്ത് ക്യാരറ്റ് ഉണ്ടാവും കേട്ടോ. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഇതാ ഇതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങ കേട്ടോ. തേങ്ങക്ക് അളവൊന്നുമില്ല, ഇത്രയും തേങ്ങ എടുത്തത് ഒരു മുറിൻ്റെ പകുതി ഭാഗമാണ് കേട്ടോ, ചെറിയ മുറിയാണ്. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്, പിന്നെ എളുപ്പമാണ് കേട്ടോ. വെറും 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു റെസിപ്പി. അങ്ങനെ ക്യാരറ്റിൻ്റെ മുകളിലെ തൊലിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിന് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഇനി ഞാനൊരു കുക്കർ എടുക്കുകയാണ്. അതിലേക്ക് ഈ ഒരു ക്യാരറ്റ് ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. 2 രീതിയിൽ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ക്യാരറ്റ് കൊണ്ട്. നിങ്ങൾക്ക് റെസിപ്പി മാത്രമാണെങ്കിൽ ഇതിൻ്റെ പകുതി മാത്രം മതിയേ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 4 വിസിലോരം ഇങ്ങോട്ട് അടുപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് നന്നായിട്ട് ഇങ്ങോട്ട് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ 4 വിസിലിന് ശേഷം നമ്മൾ ക്യാരറ്റ് കണ്ടില്ലേ ഇതേപോലെ കിട്ടീനെ. ഇനി ഞാൻ ഇതിലെ വെള്ളം ഒന്നങ്ങോട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിവാക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ചൂടാറണം കേട്ടോ. ചൂടാറിയതിന് ശേഷം ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തേനെ. അതിലേക്ക് ക്യാരറ്റിൻ്റെ പകുതിയോളം ഭാഗം ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് വെള്ളത്തിൻ്റെ പകുതിയോരം ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും 1-2 ഏലക്കായും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ 2-3 ശർക്കര കുറച്ച് വെള്ളത്തിൽ ലായനി ഉണ്ടാക്കിയിട്ട് ഈ ഒരു സമയത്ത് ചൂടാറിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതിയെ. അങ്ങനെ കണ്ടില്ലേ ഇതുപോലെ പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 തവി ഗോതമ്പപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പപ്പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ മൈദപ്പൊടി ഇട്ട് കൊടുത്താലും മതി. പിന്നെ വേണ്ടത് 2 മുട്ട ഇതിലേക്ക് ഉടച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. മുട്ടയ്ക്ക് പകരമായിട്ട് പാലായാലും പ്രശ്നമല്ല കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് തേങ്ങയെന്ന് ഒരു 3 സ്പൂൺ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു അങ്ങോട്ട് കറക്കിയെടുക്കാൻ പോവാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഞാൻ വീണ്ടും പറയാണ്. അങ്ങനെ ഇതുപോലെ അത് കറക്കിയെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മധുരം അങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെള്ളമൊന്നും നമ്മൾ ഒഴിച്ച് കൊടുക്കരുത്. ആ ഒരു ജാറ് നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങോട്ട് പഠിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടോ ഇളക്കിയെടുത്തതിന് ശേഷം ഞാനൊരു പാൻ എടുത്തണം കേട്ടോ. അതിക്ക് ഈ ഒരു വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ ഏതായാലും പ്രശ്നമല്ല കേട്ടോ. ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് നിങ്ങളുടെ ചുറ്റിച്ചെടുത്തതിന് ശേഷം ഈ ഒരു അരച്ച് വെച്ച മാവ് ഇതുപോലെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് തട്ടിയെടുക്കണേ. ഇനി ഞാനിതാ ഗ്യാസുമ്മൽ വെക്കാൻ പോവാണ് കേട്ടോ. 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ താഴെ പയർ പാനും കൂടി വെച്ചാണ് അടിക്കൊന്ന് കരയാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ 3-4 മിനിറ്റിന് ശേഷം ഒന്നങ്ങോട്ട് തുറന്നെടുത്തിന് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് തേങ്ങ അതിൽ നിന്ന് 1-2 സ്പൂൺ ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഒരു 8 മിനിറ്റോളം അങ്ങോട്ട് മൂടി വെച്ചിന് കേട്ടോ, വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം അത് വെന്തെടുക്കാൻ. അങ്ങനെ അടുപ്പത്ത് വെച്ചിന്. ഇനി ബാക്കിയുള്ള ക്യാരറ്റ് കൊണ്ട് പകുതിയായിട്ട് നേരത്തെ നമ്മൾ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല അടിപൊളി ട്രിങ്കും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ജാറൊക്കെ ഇട്ട് കൊടുത്തിന്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിങ്ങനെ തേങ്ങ അതിനൊരു 3-4 സ്പൂണും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും പിന്നെ ഏലക്കായൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് ഞാനിങ്ങോട്ട് അരച്ചെടുക്കാൻ പോവാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി പാലായാലും പ്രശ്നമില്ല. തേങ്ങ ഉണ്ടാകുമ്പോൾ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതിക്ക് അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രിങ്കും കൂടി റെഡി ആയതിന്
ഒരു വെറൈറ്റി തന്നെയാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതൊന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനിതാ ആപ്പിളിൻ്റെ ചെറിയൊരു കഷ്ണം ഉണ്ടല്ലോ, ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അതിട്ട് ഓപ്ഷണലാണ്. അതും കൂടി ഞാനൊരു 10 മിനിറ്റ് മുന്നേ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടോ. ഈ ഒരു സമയത്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോമ്പ് തുറ സമയത്തും പിന്നെ അതെല്ലാം ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. ഉണ്ടാക്കി കുടിച്ചാലേ ഇട്ടാറുള്ള ടേസ്റ്റ് അത്രക്കാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ ഈ ഒരു ഡ്രിങ്ക് വെറും 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തേണ്. അങ്ങനെ ഇതുപോലെ ഞാനങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തതാ കേട്ടോ. ഇനി നമ്മളിതാ നേരത്തെ റെസിപ്പി ഉണ്ടല്ലോ, ഏകദേശം ഒരു 8 മിനിറ്റോരൊക്കെ ആയിന് കേട്ടോ. ഇനി മൂടി തുറന്നതിന് ശേഷം ഞാൻ വേറൊരു പാനിലേക്ക് ഒന്നങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേതായി ഒരു പാനിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ ആയാലും പ്രശ്നമില്ല. ഇതുപോലെ ഇങ്ങോട്ട് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഇനി ഞാനിതാ ഇതുപോലെ ആദ്യം ഒരു പ്ലേറ്റിലേക്കായിട്ട് മറിച്ച് വെച്ചിഞ്ഞ് ഇനിതാ പെട്ടെന്നൊക്കെ ഇങ്ങോട്ട് മറിച്ചിടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ചെയ്തെടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റുള്ള സോഫ്റ്റ് ഒരു കേക്കാട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്കാണ്. നല്ല സോഫ്റ്റ് ആട്ടോ. നിങ്ങൾ സോഡാകാരൊക്കെ ഇടുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങോട്ട് പൊങ്ങി കിട്ടും. സോഡാകാരൊന്നും അത്ര നല്ലതല്ലല്ലോ, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞത്. അപ്പോൾ നമ്മളെ ഈ ഒരു കിടിലം റെസിപ്പി റെഡി ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിലുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും